ബഹുമാനനായ അധ്യക്ഷൻ അബ്ദുൽ ഹക്കീം നദ്വി, അതുപോലെ തന്നെ ഇവിടെ സംസാരിച്ച മറ്റ് ബഹുമാന്യരായ അതിഥികൾ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാവർക്കും ആദ്യമായി വെൽഫെയർ പാർട്ടിയുടെ അഭിവാദ്യങ്ങൾ നേരുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക ചരിത്രത്തിൽ വളരെയേറെ പൈതൃകമുറങ്ങുന്ന ഒരു മണ്ണിലാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇവിടെ കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം വാണിരുന്ന ഈ നാട്ടിൽ ഒന്നും രണ്ടുമല്ല 10ഓളം വനിതകൾ എല്ലാ അധികാരത്തോടും കൂടി ഭരിച്ച ഒരു നാടാണിത്. സ്ത്രീ പുരുഷ സമത്വ ചിന്തകളൊക്കെ പാശ്ചാത്യ ലോകത്തൊക്കെ ഉയരുന്നതിന് മുമ്പായിക്കൊണ്ട് ഏഴിമല തൊട്ട് ധർമ്മടം വരെ വരുന്ന പ്രദേശങ്ങളും മാലിദ്വീപും ലക്ഷദ്വീപും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ പ്രദേശം 140 വർഷങ്ങൾക്ക് മേലെ സ്ത്രീകൾ ഭരിച്ച ഒരു നാട്ടിൽ മൈത്രിയുടെ സാമൂഹ്യ പാഠങ്ങൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് അറക്കൽ കൊട്ടാരത്തിലെ തമ്പുരാട്ടി വിളക്ക് മുതൽ ഇങ്ങോട്ട് നീണ്ട ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ടാകും. അത് ഈ മണ്ണിന് മാത്രമല്ല, കേരളത്തിലെ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും സഹജീവിതത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള കഥകൾ പറയാനുണ്ടാകും. ഇത് നാം ഓർത്തെടുക്കേണ്ടതുണ്ട്. കാരണം ചിലർ നമ്മുടെ ഭൂതകാലത്തെ മറച്ചു വെക്കാൻ വളരെ ആസൂത്രിതമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജർമ്മൻ ചിന്തകനായിട്ടുള്ള വാൾട്ടർ ബെഞ്ചമിൻ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ആപത്ത് കാലത്ത് മനസ്സിലൂടെ മിന്നിമായുന്ന ഓർമ്മകളെ കയ്യെത്തിപ്പിടിക്കലാണ് ചരിത്രം. 1572 തൻ്റെ പുതുപ്പണം കോട്ടയിൽ രോഗശയ്യയിൽ കിടക്കുമ്പോൾ കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ അദ്ദേഹത്തെ കാണാൻ വന്ന സാമൂതിരി രാജാവിനോട് പറയുന്ന ഒരു വാചകമുണ്ട്: നമ്മുടെ വിജയത്തിന് കാരണം അത് പടക്കോപ്പുകളല്ല, ജാതിയോ മതമോ ഭേദമില്ലാതെ നമ്മളുണ്ടാക്കിയ ഐക്യമാണ്. ശത്രുവിനെ നേരിടാൻ ജാതിയോ മതമോ തടസ്സമല്ല. ഈ മുന്നേറ്റം, ഈ യോജിപ്പ് വളർത്തണം. അതുപോലെ ഐക്യവും സൗഹൃദവും നിലനിർത്താനുള്ള ഒരു എളിയ ശ്രമമാണ് കണക്റ്റ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കവി വീരാൻകുട്ടിയുടെ സ്മാരകമെന്ന കവിതയിൽ പറയുന്നത് പോലെ അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായിട്ട് കാണണം. ചിറകുകളില്ല, ദേശാന്തരം വിധിച്ചിട്ടില്ല, ആകാശവും സ്വന്തമല്ല, എന്നിട്ടും അത് പറക്കുന്നു. കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച്. ഈ കവിതയുടെ അവസാനത്തിൽ നമുക്ക് കാണാം, ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം. വീണുപോകുന്നിടത്ത് അത് സ്മാരകമായിട്ട് ഉയർന്നു വന്നേക്കും, ആരും അറിയാതെ നാളെ ഒരു മരം. നമ്മുടെ നാടിൻ്റെ മൈത്രി നശിപ്പിക്കുവാൻ രാജ്യത്തിൻ്റെ അധികാര കേന്ദ്രങ്ങൾ പോലും കൈയടക്കിക്കൊണ്ട് ഒരു കൂട്ടർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. അവരാദ്യം കൈവെക്കുന്നത് നമ്മുടെ ഭൂതകാലത്തിലാണ്. ഭൂതകാലത്തിൻ്റെ നന്മകളെ ധരിച്ചുകൊണ്ട് അവരുടെ വിത്തിട്ട് വളർത്തുന്ന വെറുപ്പിനെ, തിന്മയെ അവർക്ക് തഴച്ചു വളർത്താൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഭൂതകാലത്തിൻ്റെ നന്മകളെ ഓർത്തെടുക്കുക, വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക, അത് ബോധ്യപ്പെടുത്തുക എന്നത് നമ്മുടെ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന, ഐക്യം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ബാധ്യതയാണ്. ജാതി മേധാവിത്വം അതിൻ്റെ എല്ലാ ദംഷ്ടകളും പുറത്തെടുത്തുകൊണ്ട് വിളയാടിയിരുന്ന ഒരു കാലത്താണ് ശ്രീനാരായണ ഗുരു ക്ഷേത്രമതിലിൽ
ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് എഴുതി വെച്ചത്. ഗുരുവിന്റെ അധ്യാപനങ്ങൾ ഓർമ്മിക്കുന്നത് നേരത്തെ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഇപ്പോൾ കേരളത്തിന്റെ സാഹചര്യത്തിൽ അതിന് പ്രത്യേകം പ്രാധാന്യമുണ്ട്. ഗുരുവിന്റെ പിന്തുടർച്ച അവകാശപ്പെടുന്ന ചിലർ കേരളത്തിൽ പടർത്തിവിടുന്ന വെറുപ്പിന്റെ കോലാഹലങ്ങൾ, അതിന്റെ അലകൾ ഒതുങ്ങാത്ത ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഗുരുവിന്റെ അപരപ്രിയം എന്ന ദർശനം നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒന്നാണ്. നമുക്കറിയാം, അപരനെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആളുകളെ തല്ലിക്കൊല്ലുന്നത്. ഇന്നലെ പാലക്കാട് വലിയൊരു പരിപാടി നടന്നു. രാംനാരായണൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കേരളത്തിലേക്ക് ജോലി അന്വേഷിച്ചു വന്ന ആ ചെറുപ്പക്കാരനെ എന്തിനാണ് തല്ലിക്കൊന്നത്? ആ ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നത് നീ ബംഗാളിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അപരന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് ആക്രമിക്കുകയാണ്. ഗുരുവിന്റെ ദർശനങ്ങൾ ഈ സമയത്ത് ഓർമ്മിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ചിലപ്പോൾ സംഘപരിവാറിന്റെ പരീക്ഷണശാലയിൽ അപരന്മാരാക്കപ്പെടുന്നത് മുസ്ലിങ്ങളായിരിക്കും, മറ്റു ചിലപ്പോൾ അത് ക്രൈസ്തവരായിരിക്കും, മറ്റു ചിലപ്പോൾ ദലിതരായിരിക്കും. തീർച്ചയായിട്ടും അത്തരമൊരു സമയത്ത് ഈ രൂപത്തിൽ മൈത്രിയെക്കുറിച്ച് സംസാരിക്കുന്നത്, മനുഷ്യരെ വിവേചനരഹിതമായിട്ട് കാണാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് വേറെ പ്രാധാന്യത്തോടെ വേണം നമ്മൾ കാണേണ്ടത്. മഹാനായ മുഹമ്മദ് നബിയുടെ ഒരു വാചകമുണ്ട്, മനുഷ്യരെല്ലാം ചീർപ്പിന്റെ പല്ലുകൾ പോലെ സമന്മാരാണ്. നിങ്ങളൊന്ന് ആ വാചകത്തിന്റെ അർത്ഥവ്യാപ്തി ആലോചിച്ച് നോക്കൂ. മനുഷ്യരെ മുഴുവൻ എല്ലാ വിവേചനങ്ങൾക്കും അതീതമായിട്ട് ഒന്നായിട്ട് കാണാൻ പ്രേരിപ്പിക്കുന്നു. എൻ്റെ മനസ്സിൽ പ്രവാചകന്റെ ചരിത്രം പഠിക്കുമ്പോൾ കൊത്തിവെക്കപ്പെട്ട അല്ലെങ്കിൽ എപ്പോഴും തിളങ്ങി നിൽക്കുന്ന ഒരു മുഹൂർത്തമുണ്ട്. അത് മക്ക വിജയത്തിന്റെ വേളയിൽ പ്രവാചകൻ കഅബക്കരികിൽ നിന്നുകൊണ്ട് ബിലാലിനോട് പറയുകയാണ്, പ്രവാചകന്റെ ചുമല് കാണിച്ചു കൊടുത്തുകൊണ്ട് അവിടെ കയറി നിന്ന് ബാങ്ക് വിളിക്കാൻ കൽപ്പിക്കുകയാണ്. അത് വെറുതെ പറഞ്ഞതല്ല. ആ കാലഘട്ടം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, പ്രവാചകന്റെ ആഗമന കാലഘട്ടം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, കറുത്തവരെ, അടിമകളെ, അവരെയൊക്കെ അങ്ങേയറ്റം വേർതിരിവോടുകൂടി കാണുന്ന, വിവേചനത്തോടുകൂടി കാണുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് നേരത്തെ അടിമയായി ജീവിച്ചിരുന്ന ബിലാലിനോട് പ്രവാചകൻ പറയുന്നത്, എൻ്റെ ചുമലിൽ കയറി നിന്നുകൊണ്ട് ബാങ്ക് വിളിച്ചുകൊള്ളുക എന്ന്. വലിയൊരു ദർശനമാണത്. ഇതേ രൂപത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടത്, ഇത്തരം മൈത്രിയുടെ പാഠങ്ങൾ ചരിത്രത്തിൽ നിന്ന് നാം ഓർത്തെടുക്കണം. അതിനെ മായ്ച്ചു കളയുവാൻ നമ്മൾ അനുവദിക്കരുത്. ഇത്തരം സദസ്സുകളിൽ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടും, നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ വിഷാംശം പടർത്തിവിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ മായ്ച്ചു കളയുവാൻ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മനുഷ്യരെ മുഴുവൻ ഒന്നായി കാണുന്ന കാഴ്ചപ്പാടുകൾ കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും കണക്റ്റയുടെ ഈ ഒരു എളിയ ശ്രമം അത്തരമൊരു ഉദ്യമമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.